അങ്ങനെ ബാൻഡ്രയിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴി മസ്ജിദ് ബന്ദറിൽ ഇറങ്ങിയിട്ട് നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ ഏതായാലും മസ്ജിദ് ബന്ദറിലെത്തി. അവിടെ നല്ല അടിപൊളി മസാല ദോശ ഉണ്ടായിരുന്നു. പല ടൈപ്പ് ദോശകൾ ഇങ്ങനെ കത്തിച്ചുണ്ടാക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേര സമയമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരി നിന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഒരു പ്രത്യേക രീതിയിൽ പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ അടുപ്പിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ രീതിയിലുള്ള ഒരു അടുപ്പാണ്. അത് നമ്മൾ സാധാ പോലെയുള്ള ഒരു അടുപ്പല്ല. അതുണ്ടാവും, അതിങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കും എപ്പോഴും. അതിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് കരിയാണ് അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. സാധാരണ അടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ്. സാധാരണ ഗ്യാസിലോ ഒന്നുമല്ല. കാരണം ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കണം. പിന്നെ മണിക്കൂറുകളോളം വരി നിന്നാലേ അവിടെ നമുക്ക് ഇത് മസാല ദോശ കിട്ടുള്ളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കൊരു സത്യം പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ പല സ്ട്രീറ്റ് ഫുഡുകൾ കഴിക്കുന്നുണ്ടെങ്കിലും മസ്ജിദ് ബന്ദറിലൊക്കെ വന്നിട്ട് നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും. മസ്ജിദ് ബന്ദറിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്ത തരം സ്ട്രീറ്റ് ഫുഡുകൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് മുംബൈയിലെ മസ്ജിദ് ബന്ദർ. കാരണം അവിടെ നമുക്ക് ഈ മസ്ജിദ് ബന്ദറിൽ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത ഇനം ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. കാരണം ഓരോ സിറ്റിയിലും എല്ലാ സംസ്ഥാനക്കാരും അല്ലെങ്കിൽ പല രാജ്യക്കാരും കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അത് മുംബൈയിൽ മസ്ജിദ് ബന്ദറാണ് എന്ന് പറയും. കാരണം പ്രത്യേകിച്ച് മുംബൈയിൽ പല മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വ്യാപാരാർത്ഥം കൂടുതൽ ആളുകളും ഇവിടെ എത്തിപ്പെടുന്നത് മസ്ജിദ് ബന്ദറിനെ ആശ്രയിച്ചുകൊണ്ട്. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് നേരെ മസ്ജിദ് ബന്ദർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് കണ്ടു. ഒരു വലിയ മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ മാർക്കറ്റ് മുഴുവനും ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ്. കാരണം ഈ ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഭൂമിയുടെ താഴെയാണ് ഈ ഒരു വലിയ മാർക്കറ്റ് പരന്ന് കിടക്കുന്നത്. ഒരുപാട് ഏരിയകളിലായിട്ട് വ്യത്യസ്ത തരം കൗതുകകരമായ പല വസ്തുക്കളും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അങ്ങനെ ഈ മാർക്കറ്റിലൂടെ നമ്മൾ എത്തിപ്പെടുക നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് ഞാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങി. ടിക്കറ്റ് കൗണ്ടറിലേക്ക് നടന്ന് നീങ്ങിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അതിമനോഹരമായ ആർക്കിടെക്ചറൽ ഡിസൈൻസുകളാണ്. കാരണം പഴമയുടെയും പുതുമയുടെയും കൗതുകം ഒരേ സമയം ഇവിടെ എല്ലായിടത്തും വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഓരോ ബീമുകളും ആ ബീമിൻ്റെ മുകളിലുള്ള ലൈറ്റും അതിമനോഹരമായ കാഴ്ചകളാണെന്ന് ഏതൊരാളും ഭംഗിയോടും അല്ലെങ്കിൽ സൗന്ദര്യത്തോടും ഇഷ്ടമില്ലാത്തവർ പോലും ഒരു പക്ഷേ നോക്കിയിരുന്നു പോകും. അവിടെ കത്തിച്ച് വെച്ചിട്ടുള്ള ലൈറ്റുകളും അവിടെയുള്ള അതിമനോഹരമായ ബീമുകളും എല്ലാം മരത്തിൽ തീർത്തതാണ്. പഴയ കാലഘട്ടം മുതലേ ഈ ഒരു സെൻട്രൽ റെയിൽവേ